പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ആ വയസ്സൻ ബാലു പറഞ്ഞു, പണ്ട് ഷേർഖാന്റെ മുത്തച്ഛന്റെ കാലത്ത് അവർ ബാരസിംഘയിൽ നിന്ന് ഒരു മാലാഖയെ രക്ഷിച്ചിരുന്നു. ആ മാലാഖ അദ്ദേഹത്തിന് ഒരു വരവും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കാട്ടിൽ ഓരോ കാലത്തും ഒരു ദയാലുവായ മൃഗം തീർച്ചയായും ഉണ്ടാകും. അങ്ങനെ ഒരു വിധിയും അവരുടെ പരമ്പരയിൽ ഒരു വൈകല്യമുള്ള സിംഹം ഉണ്ടാകുവാനുള്ള ഒരു വിധിയുമുണ്ടായിരുന്നു. ആ സിംഹം തന്റെ വൈകല്യം കളയുവാൻ എന്തും ചെയ്യാൻ തയ്യാറാവും. അപ്പോൾ ഒരു ബാരസിംഗ വന്ന് അവനെ പ്രലോഭിപ്പിക്കും. അവന് സുഖമാകണമെങ്കിൽ ആ ദയാലുവായ മൃഗത്തെ കൊന്നു തിന്നണമെന്ന് പറഞ്ഞ് ഒരു ബാരസിംഗ വന്ന് അവനെ പ്രലോഭിപ്പിക്കും. ആ ദയാലുവായ മൃഗം ആ മരണത്തിന്റെ ഗുഹയിൽ നിന്ന് കൊണ്ടുവരുന്ന പഴം കഴിച്ചാൽ സുഖപ്പെടുമെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് വൈകല്യമുള്ള സിംഹത്തിനോ ആ ദയാലുവായ മൃഗത്തിനോ അറിയില്ല. കൃത്യസമയത്ത് സിംഹം നല്ല തീരുമാനമെടുത്ത് ആ ദയാലുവായ മൃഗത്തെ കൊല്ലുന്നതിൽ നിന്ന് സ്വയം പിന്മാറണം. പിന്നെ എല്ലാം ശരിയാകും. ഒരുപക്ഷെ അവൻ ആ പാവം മൃഗത്തെ കൊന്നാൽ ഈ കാടിന്റെ സർവനാശം തന്നെ ഉണ്ടാകും. കാടിന്റെ സർവനാശം. ഇത് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഷേർഖാൻ ബാരസിംഗയെ നോക്കിയപ്പോൾ ബാരസിംഗ അവിടെ നിന്നും ഓടിപ്പോയി. ഓടിക്കോ! ദയാലുവായ കുറുക്ക, എന്നോട് നീ ക്ഷമിച്ചാലും നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. നീ എന്റെ വൈകല്യം ഇല്ലാതാക്കിയിരിക്കുന്നു. ഇത് കേട്ട് കുറുക്കൻ ചിരിച്ചു. എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. ഷേർഖാൻ കുറുക്കനെ വണങ്ങി നന്ദി പറഞ്ഞു.